അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമിയുടെ ഒരു ബഡ്ജറ്റ് ഫോണായ Realme C11 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് റിവ്യൂമാണ്. ഇത് Realme C11 2021 എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡലാണ് കേട്ടോ. തൊട്ട് മുൻപ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ ഫോണുകളുടെ അൺബോക്സിങ് റിവ്യൂമാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റേറ്റ് കുറഞ്ഞ ഫോണുകൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ വൈകാതെ ഡയറക്റ്റായിട്ട് ഫോൺ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണു സ്ട്രീറ്റിൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണു സ്ട്രീറ്റിൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Realme C11 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. താഴെ 2021 കൊടുത്തിട്ടുണ്ട്, താഴെ റിയൽമിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, സൈഡ് ഭാഗത്തായിട്ട് മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുക്കുന്നുണ്ട്. 16.5 സെൻറ്റിമീറ്റർ, അതായത് 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണെന്ന് കൊടുക്കുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ ആണെന്ന് കൊടുക്കുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2GB + 32GB ഈ ഫോണിൻ്റെ സ്റ്റോറേജ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ഇത്തരത്തിൽ അതിൻ്റെ സാർ വാല്യൂ അതുപോലെ IMEI നമ്പർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാനുഫാക്ചറിൻ്റെ ഡേറ്റ്, ഈ ഫോണിൻ്റെ MRP എത്രയാണ്, അതുപോലെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആക്സറീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സ് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ തൊട്ട് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ അൺബോക്സ് ചെയ്ത Realme C11 സെയിം ഒരു ബോക്സ് തന്നെയാണ് ഈ ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിയൽമിയുടെ ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഒരു ചെറിയൊരു ബോക്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇതിനകത്ത് നമുക്ക് ബാക്ക് കേസോ അല്ലെങ്കിൽ മറ്റു ആക്സറീസോ ഒന്നും ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. നമുക്കിനി ഇത് കൂടാതെ മറ്റെന്തൊക്കെ ആക്സറീസാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജറാണെന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അത്യാവശ്യം കാണാൻ വലിയൊരു ചാർജറാണ്. നല്ലൊരു പവറുള്ള ചാർജർ തന്നെ ആയിരിക്കും. കാരണം 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ തന്നെയായിരിക്കും ഇത്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. C ടൈപ്പ് അല്ല, മൈക്രോ USB ചാർജിങ് കേബിളാണ്. അപ്പോൾ ഈ ഒരു 3 ആക്സറീസാണ് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. സിം എജക്റ്റിംഗ് ടൂൾ, ചാർജിങ് അഡാപ്റ്റർ ആൻഡ് ചാർജിങ് കേബിൾ. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്കിനി ഡയറക്റ്റ് ഈ ഫോൺ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിനായിട്ട് എടുത്തുള്ളത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ തന്നെ ഒരു ഗ്രേ കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള Realme C11 അതുപോലെ റിയൽമിയുടെ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള Realme C20 ഏകദേശം സാദൃശ്യമുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഫോണത് കൊടുത്തിട്ടുള്ളത്. സ്പെസിഫിക്കേഷൻ വൈസ് ആയാലും ഈ ഒരു ഫോണിന് അതുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബാക്ക് പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇത്തരത്തിലൊരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ക്യാമറ മൊബൈലാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിലൊരു 2-3 ക്യാമറയുള്ള ഒരു മൊബൈലിൻ്റെ പോലെ നമുക്ക് തോന്നും. പിന്നെ ഇവിടെ സൈഡിലായിട്ട് റിയൽമിയുടെ ഒരു ലോഗോ വളരെ വലുതാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഡിസൈനാണ്, എന്നാലും ഒരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അഴുക്കൊക്കെ ആയാലും നമുക്ക് അമർത്തി തുടച്ച് കളഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഡിസൈൻ വൈസ് ശരിക്കും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളുടെ ഡിസൈനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. എന്നിരുന്നാലും ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു ഫോണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ സ്പീക്കർ ഗ്രില്ലുകളൊക്കെ ഇപ്പോൾ വരുന്ന ഫോണിലൊക്കെ താഴെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഫോണത് ബാക്ക് സൈഡായിട്ട് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡിസൈൻ വൈസൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. കുറച്ച് വലിയൊരു മൊബൈലാണ്, 6.5 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു മൊബൈലാണ്. എന്നിരുന്നാലും അതിനകത്തൊക്കെ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ ബൾക്കി ആയിട്ടുള്ള മൊബൈലൊന്നുമില്ല. എന്തായാലും 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ഇത്തരത്തിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. നമ്മൾ സാധാരണ റിയൽമിയുടെ ഫോണുകൾക്കകത്തൊക്കെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കാറ്. എന്നാൽ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കിയാൽ ഇത്തരത്തിൽ മൈക്രോ USB ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കാണാം. മൈക്രോഫോണിൻ്റെ ഹോളുകൾ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ സ്പീക്കർ ഗ്രില്ലുകൾ ബാക്ക് സൈഡിലായതുകൊണ്ട് ആ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം എജക്റ്റിംഗ് പോർട്ട് കാണാം. ഇത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിം ഒരു മെമ്മറി കാർഡ് നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഓൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോകളും ടെക് വീഡിയോകളും അതുപോലെ പുതിയ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഇതാണ് Realme C11 എന്ന് പറയുന്ന അല്ലെങ്കിൽ C11 2021 എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ഓണായി കഴിയുമ്പോൾ കാണുന്ന അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വാൾപേപ്പറോട് കൂടിയിട്ടുള്ള ഒരു ഹോം സ്ക്രീനാണ് ഇത്തരത്തിൽ ഓപ്പണായി വരുന്നത്. നമ്മൾ റെഡ്മിയുടെ ഒക്കെ ഫോണുകൾക്ക് അത് കണ്ടിട്ടുള്ള ഒരു വാൾപേപ്പറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് റെഡ്മിയുടെ തന്നെ 9A എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇനി വളരെയേറെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോർണിംഗ് ഓർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ വാങ്ങിച്ച് കഴിഞ്ഞവരോ ഈ ഒരു ഫോൺ വാങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ ഗ്ലാസ് ഒട്ടിക്കേണ്ടതാണ്. കാരണം കോർണിംഗ് ഓർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതോട് കൂടി നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ വീഴ്ചകളിലൊക്കെ പറ്റി കഴിഞ്ഞാലും ഈ ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോൺ വാങ്ങിയവർ എന്തായാലും തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ ഗ്ലാസ് വാങ്ങിച്ച് ഒട്ടിക്കണം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഇതൊരു കോർണിംഗ് ഓർ ഗ്ലാസ് ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മയായിട്ടൊന്നും പറയാനില്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്. 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ നോച്ച് ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സൽ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു നോച്ചൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് കാണാൻ ഭംഗിയുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ വലിയൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വളരെ വലുതായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആപ്ലിക്കേഷനൊന്നും ഈ ഫോണത് കുത്തി നിറച്ച് വെച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണത് ഇത്തരത്തിൽ അനാവശ്യമായ അധികം ആപ്ലിക്കേഷനുകൾ ഇല്ല. എന്നിരുന്നാലും ഫേസ്ബുക്ക്, അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ, അതുപോലെ അത്തരത്തിലുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഒരു ആപ്പ് തന്നെയാണ്, അനാവശ്യമായ ആപ്പ് അല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫേസ്ബുക്കോ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ അധികം ഓവറായിട്ട് നിരോധിച്ച ചൈനീസ് ആപ്പുകളോ അല്ലെങ്കിൽ മറ്റ് അനേകം ആപ്പുകളൊന്നും നിറച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിനൊന്നും വേറെ ഇഷ്യൂ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഐക്കണുകൾ വളരെ വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ വിസിബിലിറ്റി ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് എബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ എബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2GB RAM + 32GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഇത് ആൻഡ്രോയിഡ് വെർഷൻ 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ കൂടിയാണ് Realme C11 എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത ഫോണൊക്കെ ആൻഡ്രോയിഡ് 10 അതുപോലെ തന്നെ Redmi 9i ആയാലും ഒക്കെ ആൻഡ്രോയിഡ് 10 ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല. നമുക്കൊരു 256GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെമ്മറി കാർഡ് ഡെഡിക്കേറ്റഡ് സ്ലോട്ടും ഈ ഒരു ഫോണിനകത്ത് കൊടുക്കുന്നുണ്ട്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി സർക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റിങ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഒരു ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നില്ല, എന്നാൽ ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രധാനമായിട്ടും ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊബൈലല്ല. എന്നിരുന്നാലും കൂടി അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഫോണിൽ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ തന്നെ പല കുട്ടികൾക്കും ഈ നോട്ട്സുകളൊക്കെ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ കാണിച്ചു തരാം. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ വീടിനകത്ത് വെച്ചെടുത്തൊരു ഫോട്ടോ ആണ്. ഈ ഒരു 8 മെഗാ പിക്സൽ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണ്, തൊട്ട് മുൻപ് എടുത്ത ഫോട്ടോ. ഇത് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പാർസൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്താണ്. അതിപ്പോൾ മിക്കവാറും ഈ ഒരു വീഡിയോ പോസ്റ്റ് ആകുന്നതിന് മുൻപേ അവർക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിയൽമിയുടെ ഈ അത്യാവശ്യം സൂം ചെയ്താലൊന്നും ക്വാളിറ്റി പോകാത്ത ഒരു ക്യാമറ ഫോൺ നമുക്ക് തന്നെയാണ് ഈ Realme C11 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് കൂടി കമ്പയർ ചെയ്യണം. അപ്പോൾ ആ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഫോട്ടോ നമുക്ക് ഈ ഫോണിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നൈറ്റ് മോഡ്, ക്യാമറ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ ബസ്റ്റ് മോഡ്, പ്രൊഫഷണൽ മോഡ്, ടൈം ലാപ്സ് മോഡ്, പനോരമ മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചർ കൂടി നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ആവറേജ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു സെൽഫിയാണത്. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറായിട്ട് വളരെ ഗംഭീരമായ ഒരു അഭിപ്രായമൊന്നും ഇല്ല എങ്കിൽ കൂടി ഈ ഒരു 5 മെഗാ പിക്സലിനകത്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസൊല്യൂഷനും നമുക്ക് സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി ഒന്നും പോകാത്ത രീതിയിലുള്ള ഈ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ലൊരു സെൽഫി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സെൽഫി ക്യാമറയ്ക്കകത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരു 7500 താഴെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു മൊബൈലാണ് ഈ Realme C11 2021 എന്ന് പറയുന്നത്.
തൊട്ട് മുൻപ് ഇറങ്ങിയ മോഡലുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സിംഗിൾ ക്യാമറയാണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വലിയ മൊബൈലാണ്, വലിയ കയ്യിലൊതുങ്ങുന്ന മൊബൈലാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ മൊബൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഏത് നിമിഷമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട റെസ്പോൺസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.